പാട്ടിലൂടെ ഞാൻ എതിർക്കുന്നത് വ്യക്തിയെയല്ല, സിസ്റ്റത്തെയാണെന്ന് റാപ്പർ വേടൻ. സിസ്റ്റം ഏറെക്കാലമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചാതുർവർണ്ണയത്തിന്റെ പേരിൽ ജാതീയമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായി അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വേടൻ പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിലെ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേടൻ എന്ന പേരിനെക്കുറിച്ചുള്ള ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ ഇരയും വേട്ടക്കാരനുമാണ്. മനുഷ്യർ ആഹാര ശൃംഖലയിൽ പെടുന്നതാണല്ലോ. ഞാൻ വേട്ടയാടുകയും വേട്ടയാടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി തവണ ഞാൻ ഇതേ സർക്കിളിൽ പെട്ടിട്ടുമുണ്ട്. ഞാൻ പലപ്പോഴും വീണു പോയിട്ടുണ്ട്, എഴുന്നേറ്റ് നിന്നിട്ടുമുണ്ട്. മരിക്കും വരെ ഈ പ്രോസസ്സിന്റെ ഭാഗമാവുകയേ വഴിയുള്ളൂ എന്ന് വേടൻ പറയുന്നു. എനിക്ക് വളരെ ചെറുപ്പത്തിൽ മുതൽ വേടൻ എന്ന പേരുണ്ട്. സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക, മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ സ്കിൽഡാണ്. അങ്ങനെ കൂട്ടുകാർ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയ പേരാണിത്. സ്കൂൾ കാലത്ത് എൻ്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും വിളിച്ച് വിളിച്ച് സ്കൂളുകളിൽ മുഴുവൻ എന്നെ വേടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതി പേര് മാറ്റാൻ ആലോചിച്ചിരുന്നു. പിന്നീട് വേടർ മഹാസമാജം ഈ പേരുമായി ബന്ധപ്പെട്ട് കേസിനു പോയിരുന്നു. എന്നാൽ അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കും അവർ അങ്ങനെ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടാകുക. സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്നും വേടൻ പറയുന്നു. നമ്മൾ നടത്തുന്നത് വ്യക്തികൾക്കെതിരായ പോരാട്ടമല്ല, സംഘടിതമായി നിൽക്കുന്ന ചാതുർവർണ്ണയത്തിന് എതിരായി സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞാൻ സമത്വവാദിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ വേദികളിൽ കയറി തെറിവിളിക്കുന്നു, പാട്ടിലൂടെ തെറിവിളിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഞാൻ ഒരു വ്യക്തിയെ അല്ല തെറിവിളിക്കുന്നത്, ഞാൻ സിസ്റ്റത്തെയാണ് തെറിവിളിക്കുന്നത്. ഈ സിസ്റ്റം ഏറെക്കാലമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചാതുർവർണ്ണയത്തിന്റെ പേരിൽ ജാതീയമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വിസിബിളായി ജാതി പറയുന്നിടത്ത് വന്ന് ഇവിടെ ജാതിയുണ്ടോ വേട എന്ന് പറയുന്ന ആളുകളുമുണ്ടെന്നും വേടൻ പറഞ്ഞു നിർത്തി.